സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശരതഹസ്ത്രേണ നിർപ്പാസ്യമാനം അസ്പഷ്ടം ദട്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൻ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മമാണ് ശ്രീമന്നാരായണീയത്തിൽ നമ്മൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മരീചി, അത്രി, അങ്കിരസ്, ക്രതു, പുലഹൻ, പുലസ്ത്യൻ, ദക്ഷൻ, ഭൃഗു, വസിഷ്ഠൻ, നാരദൻ 10 സൃഷ്ടിയെ വർണ്ണിച്ചു. ചില ശരീരാവയവങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞു. ഉദാഹരണം, മടിയിൽ നിന്ന് നാരദൻ, പെരുവിരലിൽ നിന്ന് ദക്ഷൻ. ഇങ്ങനെ ഇനി ഉണ്ടായ സൃഷ്ടി എന്തൊക്കെയാണെന്ന് പറയുകയാണ് തുടർന്നുണ്ടായ ശ്ലോകങ്ങളിൽ. ധർമാതികാൻ അപിസൃജന്നതകർത്തമഞ്ച വാണീം വിധായ വിധിരംഗജസങ്കുലോഭൂൻ തദ്ബോധിതേതനകദക്ഷ മുഖേ തനൂജേൻ ഉദ്ബോധിതച്ച വിരരാമതമോ വിമുഞ്ചൻ. അഥ പിന്നീട് സൃഷ്ടിച്ചത് എന്താണ്? ധർമ്മദേവനെ സൃഷ്ടിച്ചു. ധർമ്മദേവൻ ഉണ്ടാവുകൊണ്ടാണ് ലോകത്തിൽ ധർമ്മം നിലനിൽക്കുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ മൃത്യുവിൻ്റെ ആളാണ് ധർമ്മദേവൻ. ശരിക്ക് കാലൻ എന്നൊരു വാക്ക് പറഞ്ഞ് മൃത്യുദേവനെ നമ്മൾ മരണത്തിൻ്റെ ദേവനായി മാത്രം കാണണു. പേടി, വെറുപ്പ്. ആ കാലനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു അത് ചെയ്യരുത് എന്ന്. അപ്പോൾ നമ്മൾ ഈ കാലൻ അങ്ങനൊരു ഭാവമായിട്ടാണ് കാണുക. ശരിക്കും അങ്ങനെയല്ല എന്നാണ്. ധർമ്മം നടപ്പാക്കേണ്ട. കാലനും കൊല്ലുക അത് പണി മാത്രമല്ല ഉള്ളൂ. അധർമ്മം ചെയ്തിട്ടുള്ളവർക്ക് നരകം കൊടുക്കണതാരാ? കാലനാണ്. അവിടെ നോക്കി നടത്തേണ്ട ആൾ. ചുമതലയുണ്ട്. ചീത്ത ആൾക്കാർക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അവർ സ്വർഗത്തിലെത്തിക്കോളും, എത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ നരകശിക്ഷകൾ കൊടുക്കുക എന്ന ഒരു ധർമ്മമുണ്ട് കാലനെ. കൊന്നു കഴിഞ്ഞാൽ അവിടെ മിണ്ടാണ്ടിരിക്കില്ല. അപ്പോൾ ഈ ലോകത്തിൽ ശരിക്കും പറയാച്ച ധർമ്മദേവൻ എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് കൽപ്പിച്ചത്? ധർമ്മം നിലനിർത്താനാണ്, ലോകം നന്നാവാനാണ്. ശിക്ഷ കിട്ടുന്ന കണ്ടാലല്ലേ ചീത്ത ആൾക്കാർ തെറ്റ് ചെയ്യാതിരിക്കൂ. അല്ലെങ്കിൽ ചീത്തവർ ചീത്ത ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ശിക്ഷ പേടിച്ചിട്ട് പലരും അത് ചെയ്യാതിരിക്കണം. അങ്ങനെ വേണം. ലോകമാകുമ്പോൾ, രാജ്യമാകുമ്പോൾ, ഭരണമാകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റൂ. ചിലരെ പേടിപ്പിച്ചിട്ട്, ചിലരെ പ്രതിഫലം കൊടുത്തിട്ട്, ചിലരെ ശാസിച്ചിട്ട്. അപ്പോൾ ഈ ധർമ്മദേവൻ ലോകത്തിൽ ധർമ്മത്തെ നിലനിർത്താൻ അത്യാവശ്യമാകുന്നു. ഈ മരണം എന്ന് പറയുന്നത് ലോകത്തിൽ വേണ്ടാത്ത കാര്യമാണോ? അതൊന്നും ഇല്ല എന്ന് ചിന്തിച്ച് നോക്കൂ. മരിക്കണില്ല ആരും. അപ്പോൾ ഒരാൾ 100 വയസ്സായി, 150 വയസ്സായി, 200 വയസ്സായി, പല ആൾക്കാർ 400 വയസ്സ്, 500 വയസ്സ് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 60 കഴിഞ്ഞിട്ട് തന്നെ അച്ഛനമ്മമാരെ സഹിക്കാൻ വയ്യ ആൾക്കാർക്ക്, മക്കളൊക്കെ. എന്നെങ്കിലും ഇതിൻ്റെ കാറ്റൊന്ന് പോയി കിട്ടിയിട്ട് കുറച്ച് ദിവസം സുഖമായി ജീവിക്കായിരുന്നു. പലരും പറയുണ്ടാവും, പലരെ പറ്റിയിട്ടും ഇല്ലേ. അപ്പോൾ നമ്മളെ പറ്റിയൊക്കെ ആരെങ്കിലും പറയണ്ടാവും, ഇനിയിപ്പോൾ എന്തിനാ ഇയാൾ ഈ തലയിൽ നരച്ച് ഉള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു, പോവുക ഭേദം എന്ന് പറയുണ്ടാവില്ല, ഇത് ഉറപ്പൊന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ മടുക്കും. അത് ലോകത്തിൻ്റെ നിയമമാണ്. നമ്മൾ വായിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനൊരാൾ വേണ്ടേ? അത് പണ്ടൊരു കഥ തന്നെ പറയും. കാലൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായി. അതെപ്പോഴത്? ശിവൻ അന്തകനെ കൊന്നപ്പോൾ. അപ്പോൾ ഇതുപോലെ പ്രശ്നം ഉണ്ടായി. ലോകത്തിലും ആരും മരിക്കുന്നില്ല. മരിച്ചിട്ട് തന്നെ ഇപ്പോൾ പലരെയും തയ്ക്കാൻ പറ്റും. അപ്പോൾ മരിക്കാത്ത വയസ്സന്മാർ അങ്ങനെ നന്നങ്ങാടി എന്ന് പറഞ്ഞിട്ട് ഇവർ പലരും ഈ ഭരണിയുടെ ഉള്ളിൽ അടച്ചു വെച്ചതായിട്ട് അങ്ങനെയൊക്കെ അത്ഭുതമായിട്ടുള്ള ചില കഥകളുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവ ഉണ്ടെന്ന് നമുക്കറിയില്ല. നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ പ്രായമായിട്ട് അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലാണ്ട് ഭരണിയുടെ ഉള്ളിലാക്കുക അത്രേ. അതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെ പലതും വരും. ഈ കാലനില്ലെങ്കിൽ എന്ന് പറഞ്ഞു വരികയാണ് ധർമ്മദേവൻ. കാരണം ധർമാധികാൻ, ധർമ്മ സൃഷ്ടി ഉണ്ടായാൽ എന്ത് വേണം?
സംഹാരം ഉണ്ടാവണം. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഇഷ്ടി ഉണ്ടായാൽ പോരല്ലോ, അത് കാലം വീഴുമ്പോൾ അല്ലേ. വാഴ കുലച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, നെല്ല് വിളഞ്ഞു കഴിഞ്ഞാൽ കൊയ്തു, പിന്നെ ആ നെല്ല് അവിടെ ഉണ്ടാവില്ല, പുതിയ നെല്ലാണ് വിതച്ചുണ്ടാക്കണത്. ചിലത് മാത്രം കുറച്ച് കാലം നിൽക്കും, തെങ്ങൊക്കെ വളരെ കാലം നിൽക്കുന്നതാണ്, തെങ്ങ് വൻമരങ്ങൾ. പക്ഷെ അതൊരു ദിവസം അതപ്പതിക്കും, കുറേ കാലം പിടിക്കുന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ധർമ്മദേവനെ ഈ പ്രപഞ്ചത്തിൽ ഉള്ളതിനെ ഇല്ലാതാക്കാനും ധർമാനുഷ്ഠാനത്തിനും വേണ്ടി ഭഗവാൻ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. ധർമാധികാൻ അഭിസൃജൻ കർദമൻ അദ്ദേഹത്തിൻ്റെ കഥ ഇനി പറയാൻ പോകുന്നുണ്ട്. ദേവഹൂതി വിവാഹം കഴിച്ച കഥ. വാണി എന്ന് പറഞ്ഞാലോ സരസ്വതി. വിധിരംഗജ സങ്കുലോഭൂൺ. ആ വാണിയിലെ സരസ്വതിയിൽ ബ്രഹ്മാവിന് ഉണ്ടാവാൻ പാടാത്ത ആഗ്രഹം ഉണ്ടായി. തദ്ബോധിതേ സനകദക്ഷമുഖേ. ഭഗവാൻ ആ പ്രേരിക്കപ്പെട്ട സനകൻ, ദക്ഷൻ മുതലായിട്ടുള്ളവർ പ്രേരിപ്പിച്ചിട്ടോ ആ തെറ്റിൽ നിന്ന് നിവർത്തിക്കുകയും ചെയ്തു. ഇനി അടുത്ത തെറ്റിയാണെന്ത്? വേദാൻ പുരാണ നിവഹാൻ അഭിസർവവിദ്യ കുറുവൻ നിജാനനഗണാചതുരാനനോഭൗ പുത്രേഷു തേഷു വിനിതായ സ്വസർഗവൃദ്ധിം അപ്രാപ്നുവൻ തവപദാംബുജമാശ്രിതോ ഭൂൻ. പിന്നെ തെറ്റിച്ചത് വേദാൻ പുരാണ നിവഹാൻ. അതും ബ്രഹ്മാവിൻ്റെ തെറ്റിയാണ്. പുരാണ നിവഹാൻ അത് പലതും ഉണ്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, ഇവയൊക്കെ ആണ് 6 ശാസ്ത്രം എന്ന് പറയുക. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം എന്നീ 6 ശാസ്ത്രം. വേദാൻ പുരാണ നിവഹാൻ കൂട്ടം എന്ന് പറയുന്നത് അതാണ്. വേദമുണ്ട്, വേദങ്ങൾ, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ, സർവവിദ്യ, 4 ഉപവേദങ്ങൾ. ആയുർവേദം, ധാനുർവേദം, ഗാന്ധർവം, സ്ഥാപത്യം, ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം, ഇതിഹാസം, പുരാണം ഒക്കെ 4 വരിക. ശാസ്ത്രം മാത്രം 6. 3, 4, 12, 6, 8. ഉപദേവങ്ങൾ 4, ഉപവേദങ്ങൾ 4, ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം, ഇതിഹാസം, പുരാണം ആ ശാഖ 4, ഉപവേദങ്ങൾ 4. ആയുർവേദം, ഗാന്ധർവം, സ്ഥാപത്യം, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, സ്ഥാപത്യം. ശാസ്ത്രങ്ങൾ 6 ബാക്കിയൊക്കെ 4. അങ്ങനെയുള്ളതൊക്കെ സൃഷ്ടിച്ചു. പുരാണ നിവഹാനപി സർവവിദ്യ. സർവവിദ്യ എന്നത് 18 എന്നുള്ള സംഖ്യ ഓർക്കാം. 18 വിജ്ഞാനശാഖകളെ, മോക്ഷസാധനങ്ങളെ, മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നവയെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. കുറുവൻ നിജാനനഗണ ചതുരാനനോസോ. നിജാനനഗണ പിന്നെ തെറ്റിച്ചതാണ് അതായത് ഗണങ്ങൾ, വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയ ഇതെല്ലാം സൃഷ്ടിച്ചു തൻ്റെ ആനനത്തിൽ നിന്ന്, മുഖത്തിൽ നിന്ന്. സർവവിദ്യ അഭി കുറുവൻ, എല്ലാ വിദ്യകളും സൃഷ്ടിച്ചു. ഇവിടെ അസൃജത്ത് സൃഷ്ടിച്ചു. സർവവിദ്യ കുറുവൻ നിജാനനഗണാൻ ചതുരാനനോസോ. ആര് സൃഷ്ടിച്ചു? ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. പിന്നെയോ തേഷു പുത്രേഷു വിനിധായ, അവയെ മരീചി മുതലായിട്ടുള്ള പുത്രന്മാരിൽ സമർപ്പിച്ചു. അവരെ ഹാൻഡ് ഓവർ ചെയ്യുക എന്ന് പറയുമല്ലോ, ഇതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തോളെന്ന് പറഞ്ഞാൽ അവർക്ക് കൈമാറി. പുത്രേഷു പുത്രേഷു വിനിധായ, അവയെ പുത്രന്മാരിൽ സമർപ്പിച്ചിട്ട്. പുത്രേഷു തേഷു വിനിധായ സർഗവൃദ്ധി അപ്രാപ്നുവൻ തവ പദാംബുജമാശ്രിതോ ഭൂത്. സൃഷ്ടി കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കുറച്ചായി ഇപ്പം ഇതിങ്ങനെ തുടങ്ങിയിട്ട് ലേശൊരു അവശതയോ ശാരീരിക തളർച്ചയോ അനുഭവപ്പെട്ടപ്പോൾ തവ പദാംബുജമാശ്രിതോ ഭൂത്. ഈശ്വര, ഇനിയിപ്പോൾ സൃഷ്ടി തുടരാനുള്ള ഒരവസ്ഥ മനസ്സിനോ ശരീരത്തിനോ ലേശൊരു തളർച്ച, ശ്രമം വേണം. ഈ സൃഷ്ടി ഇപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്തതിപ്പോൾ വേറെ ആരെയും ഇപ്പോൾ ഏൽപ്പിക്കുക. അങ്ങനൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, ഏതിലെങ്കിലുമൊക്കെ പോയി പെടും. പിന്നെ അത് മുഴുവനെ കൊണ്ടു നടത്താൻ പറ്റില്ലെങ്കിൽ ആരുടെ തലയിൽ മണ്ടയിലപ്പോൾ ഇത് വെച്ച് കൊടുക്കുക? ഒരാളെ കാണാനില്ലല്ലോ. സൂത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓരോരുത്തരുടെ മേലെയും ഉണ്ടാക്കി വെച്ചിരിക്കണ പരിപാടിയുണ്ട് അല്ലേ? അതേ, നിങ്ങളെപ്പോലൊരാൾ ഇതിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സമർത്ഥനാണ് നിങ്ങൾ.
നിങ്ങൾ ഇത് ഏറ്റെടുത്ത പോലെ വേറൊരാളായാലും നേരെയാവില്ല. അവിടെ ഒരു കാര്യം ചെയ്ത് ഇത് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. വേണമെങ്കിൽ 4 ആളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ആദരവും ഒരു ഷോളും പുതച്ചാൽ ഇയാൾക്ക് പിന്നെ സ്വൈരായി. പിന്നെ പുലിവാല ആര് പിടിച്ചു ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് ഈ ലോകത്തിൽ പലപ്പോഴും. ഞാൻ അപ്പോൾ അതൊക്കെ മറ്റേയാളെയാണ് ഏൽപ്പിച്ചിരിക്കുക. അപ്പം ഇതിപ്പോൾ അങ്ങനെ കുഴപ്പമുള്ള കാര്യമല്ല. വേദാപുരാണം ശാസ്ത്രശാഖ നല്ലതാണ് കേട്ടോ. പക്ഷെ എന്നാലും ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം വേറൊരാളെ ഏൽപ്പിച്ചാൽ കുറച്ചൊരു സ്വസ്ഥത. കാരണം ഏറ്റെടുക്കുകയും ചെയ്തു, വേറൊരാളെ ഏൽപ്പിക്കാതെ പിന്മാറാനും വയ്യ. അപ്പം ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തവ പദാംബുജമാശ്ചിതോ, ഏതൊരാളെയാണ് പുലിവാല് പിടിപ്പിക്കാൻ കഴിയുക എന്ന് ഭഗവത് പാദപത്മത്തെ ചിന്തിച്ചു. ആരെയും കിട്ടണില്ല. തവ പദാംബുജമാശ്രിതോ ഭൂത്, ഭഗവത് പാദപത്മത്തെ ആശ്രയിച്ചു. സൃഷ്ടികർമ്മം ആരെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കാനായിക്കൊണ്ട് ഒരു ചിന്ത, അതിനുവേണ്ടി ഭഗവത് പദാംബുജത്തെ ചിന്തിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഒരു മാർഗം തന്നെ തെളിഞ്ഞു വന്നു. ഏത് പ്രശ്നത്തിനും ഉണ്ട് അത്രേ പരിഹാരം. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നമുക്കൊരു കാര്യം വേണം എന്നാണ് തോന്നിയാൽ അതിനൊരു മാർഗം അവിടെ ഉണ്ടാവും. അത് കണ്ടെത്തണം, അത്രയേ വേണ്ടൂ. ഉണ്ടാവാതെ വരില്ല എന്നാണ്. ജാനന്നുപായമഥ ദേഹമജോ വിഭജ്യ പുംസഭാവമഭജൻ മനു തദ്വധൂഭ്യാം താഭ്യാം ച പാനുഷകുലാനി വിവർത്തയം ത്വം ഗോവിന്ദ മാരുതപുരാതിപരുന്ധിരോഗാൻ. ബ്രഹ്മാവിന് ഉപായം മനസ്സിൽ തെളിഞ്ഞു. എന്തുപായാണ് തെളിഞ്ഞത്? ദേഹമഥോ വിഭജ്യ, തൻ്റെ ദേഹത്തെ 2ആയിട്ടാണ് വിഭജിച്ചു. ഏകോഹം ബഹുദസ്യാം എന്ന് പറഞ്ഞിട്ട്, ഏകനായിട്ടുള്ള ഞാൻ പലതാവട്ടെ എന്നാണ് ഇതുവരെ വിചാരിച്ചത്. ഇതൊന്നങ്ങോട്ട് മാറ്റി സങ്കല്പം. ഏകോഹം ദ്വിതാസ്യാന്നാക്കി. ഏകനായിരിക്കുന്ന ഞാൻ 2ആയി പിരിയട്ടെ. ഇതുവരേക്ക് ബഹുത എന്നായിരുന്നു. അതാണ് പല സൃഷ്ടികളൊക്കെ ആയത്. അതിൽ യശശ്രമകരാണ്. ഒരു ഭാഗം സ്ത്രീയായി, ഒരു ഭാഗം പുരുഷനായി. എൻ്റെ ശരീരം 2ആവട്ടെ, 2ആയി പിരിയട്ടെ എന്നുവെച്ചാൽ 2ആയി പിരിഞ്ഞ് പിളർന്ന് നശിക്കല്ല, അതല്ല, അങ്ങനത്തെ പിളറിലല്ല. ഇവിടെ 2 ഭാവത്തെ കൈക്കൊള്ളുന്നതോടുകൂടി തനിക്ക് സൃഷ്ടികർമ്മം നിർവഹിക്കാൻ അവരിൽ കൂടെ ആവാം. തനിക്ക് ദോഷമോ മരണമൊന്നും സംഭവിച്ചിട്ടില്ല. പിളർന്നത് ശരീരം പിളർന്നാൽ മരിക്കല്ലേ ഇരിക്കുക. ഇവിടെ ആ ഒരു പിളർച്ചയല്ല കേട്ടോ, അതല്ല. 2ആയിട്ട് തൻ്റെ ശരീരത്തിന് 2 അംശങ്ങൾ ഉണ്ടാവട്ടെ, അപ്പോൾ തനിക്ക് ദോഷമില്ല. അങ്ങനെ ജാനൻ ഉപായത്തെ കണ്ടെത്തി ദേഹത്തെ വിഭജിച്ചു. തനിക്ക് കോട്ടം തട്ടാത്ത വിധത്തിലാട്ടോ. ദേഹം അജോ വിഭജ്യ, അജെന്നാണ് ബ്രഹ്മാവ്. ദേഹം വിഭജ്യ, ബ്രഹ്മാവ് ദേഹത്തെ വിഭജിച്ച് പുംസഭാവം അപജൻ. സൃഷ്ടിക്ക് വേണ്ടത് സ്ത്രീ ഉണ്ടാവണം, പുരുഷനും ഉണ്ടാവണം അല്ലേ? 2 കൂടി ചേർന്നാലേ എന്തുണ്ടാവുള്ളൂ? സൃഷ്ടി ഉണ്ടാവുള്ളൂ. സ്ത്രീഭാവവും പുരുഷഭാവവും ഉണ്ടാവണം. പുംസഭാവം അപജൻ, പുംസഭാവം ഉണ്ടാവട്ടെ എന്ന് സ്വയം ചിന്തിച്ചപ്പോൾ അതവിടെ ഉണ്ടായി. നമ്മളെപ്പോലെ അല്ല, ചിന്തിച്ചാൽ അത് നടക്കും. ബ്രഹ്മാവ് ഒന്നാണ് ചിന്തിക്കുകയുള്ളൂ, അതവിടെ നടക്കും. നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റൂ പലപ്പോഴും. എന്തൊക്കെ ചിന്തിക്കണോ എല്ലാം നടക്കുന്നുണ്ടോ. പക്ഷേ ബ്രഹ്മാവും ഈശ്വരന്മാരും അങ്ങനെയല്ലോ. മനസ്സിൽ ചിന്തിച്ചാൽ അപ്പോൾ അതവിടെ നടക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ശരീരം 2 ഭാഗമായി മാറി. ആരാണത് 2ആയി മാറിയവരുടെ പേര്? സ്വയംഭുവം, ഒന്ന് സ്വയംഭുവ മനു. അതാത്രേ നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ എന്ന് പറയാവുന്നതാണ് സ്വയംഭുവ മനു. പുംസഭാവം അപജൻ മനു. പുംസഭാവം ആണ് കേട്ടോ, സ്ത്രീ അവിടെ തെറ്റി. പുംസഭാവം, പുരുഷൻ എന്ന ഭാവം. അപജൻ മനു ആണ്, മനു, സ്വയംഭുവ മനു ആയിട്ട് മാറി. തത് വധൂഭ്യാം, ആ മനുവിൻ്റെ പത്നിയാണ് വധു, ശതരൂപ. ഇപ്പം സ്വയംഭുവ മനു ആകുന്ന പുരുഷൻ, ശതരൂപാദേവിയാകുന്ന സ്ത്രീ. ഇങ്ങനെ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ 2ആയി വിഭജിച്ചു, തനിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ. 2 സൃഷ്ടി അതെന്നുണ്ടാക്കി എന്ന് വേണമെച്ചാൽ പറയാം. അപ്പം ഇനി എളുപ്പമായി. ഇനിയുള്ള സൃഷ്ടി ആര് നടത്തും? മനു ശതരൂപിയും കൂടി നടത്തിക്കോളും. മനു എന്നുള്ള പേരൊക്കെ പെടുന്നുണ്ടല്ലേ, പണ്ടും ഉണ്ട് ഈ പേര് മനു, സ്വയംഭുവ മനു, മനുസ്മൃതി എന്നൊക്കെ എന്നാണല്ലോ. അപ്പോൾ ആ മനു തൻ്റെ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ 2ആയിട്ട് വിഭജിച്ചു.
രണ്ടായിട്ട് സൃഷ്ടി നടത്തി. തനിക്ക് കോട്ടം തട്ടാതെ ആ വധു കൂടിയും മനുവിൽ കൂടിയിട്ടും സൃഷ്ടി എളുപ്പമായി. ഇനി അവർ നോക്കിക്കോളും, ബ്രഹ്മാവിന് കുറച്ച് സ്വസ്ഥത, റെസ്റ്റ് എടുക്കാം. അതിനുവേണ്ടിയാണല്ലോ ആഗ്രഹിച്ചത്. താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയന്ത്വം. ഇപ്പം ഈ സ്വയംഭൂ മനു ശതരൂപാദേവി എന്തിനെ സൃഷ്ടിക്കുക? മനുഷ്യനിൽ നിന്ന് മനുഷ്യനെയല്ലേ സൃഷ്ടിക്കാൻ പറ്റൂ? ഇപ്പോൾ മൃഗങ്ങൾ, മറ്റ് വൃക്ഷങ്ങൾ, അതിനെയൊക്കെ സൃഷ്ടി പറഞ്ഞു ഇവിടെ മഹർഷിമാർ. അജ്ഞാനം അതൊക്കെ കഴിഞ്ഞു. ഇവിടെ മനുഷ്യനെ രണ്ടാക്കി സ്ത്രീയും പുരുഷനും ആവുമ്പോഴോ ഇനി മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റൂ? അതിൽ കൂടെ മനുഷ്യനല്ലേ വളരൂ. താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയത്വം. അതിൽ കൂടെ മനുഷ്യനെ വർദ്ധിപ്പിച്ചു. ഗോവിന്ദമാരുത പുരാതിപരുന്ധി രോഗാൻ. അങ്ങനെയുള്ളതായിരിക്കുന്ന ഗുരുവായൂരപ്പ ഗോവിന്ദ, എൻ്റെ രോഗത്തെ ഇല്ലാതാക്കി തരണമേ. താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയസ്ത്വം. ജാനന്നുപായമത ദേഹമജോ വിഭജ്യ. ആ സൃഷ്ടി ഏൽപ്പിക്കാനുള്ള ആളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഉപായം മനസ്സിൽ ദർശിച്ച് തൻ്റെ ശരീരത്തെ രണ്ടാക്കി കൽപ്പിച്ചു. അങ്ങനെ സ്ത്രീ എന്നും പുരുഷൻ എന്നും രണ്ട് ഭാവം ഉണ്ടായി. പുരുഷനാണ് സ്വയംഭൂമനു, സ്ത്രീയാണ് ശതരൂപാദേവി. താഭ്യാം ച മാനുഷകുലാനി വിവർത്തയത്വം. അത് കൂടെ മനുഷ്യകുലത്തെ വർദ്ധിപ്പിച്ച ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. വേദാൻ പുരാണ നിമഹാൻ അഭിസർവവിദ്യ കുർവൻ നിജാനനഗണ ചതുരാനനോസു. ഇപ്പം ഇന്നത്തെ തെറ്റി എന്തൊക്കെയുണ്ടായി? വേദങ്ങൾ, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ ഇതൊക്കെ തെറ്റിച്ചു. പുത്രേഷു തേഷു വിനിതായത തർഗവൃദ്ധി. അതിനെ പുത്രന്മാരിൽ ഏൽപ്പിച്ചു. അപ്രാപ്നുവൻ തവ പദാംബുജമാശ്രിതോ ഭൂൻ. ജാനന്നുപായം അത ദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവം അപചൻ. മനു തദ്വധൂപ്യ. മനു തദ്വധു സ്ത്രീ, മനുവും വധുവും. താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയത്വം. മാനുഷകുലത്തെ വർദ്ധിച്ചതായിട്ടുള്ള ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തെ മാറ്റിത്തരമേ. ഗോവിന്ദമാരുത പുരേശ നിരുന്ധി രോഗാൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.